ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം വരുന്നുണ്ട്. പള്ളിപ്പുറത്തു നിന്ന് നേരത്തെ സെബാസ്റ്റ്യന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയ അതേ സ്ഥലത്തു നിന്ന് വീണ്ടും അസ്ഥികഷ്ണങ്ങൾ ലഭിച്ചു എന്നാണ് പുതിയ വിവരം. അത് നേരത്തെ ലഭിച്ച പ്രദേശത്തിന് സമീപം വീണ്ടും അത്തരം എല്ലിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തി എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ നടത്തുന്ന പരിശോധനയ്ക്കിടെയാണോ ഈ പുതിയ തെളിവുകൾ അവിടെ ഒന്ന് കണ്ടെത്തുന്നത്? വിജയകുമാർ, സെബാസ്റ്റ്യന്റെ വീടിന്റെ പുറകിലെ പുല്ലു വെട്ടി അതിനുശേഷം JCB ഉപയോഗിച്ച് മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ അവിടെ നിന്ന് അസ്ഥികഷ്ണം വീണ്ടും ലഭിച്ചു എന്നൊരു വിവരം പങ്കുവെക്കുന്നത്. അങ്ങോട്ടേക്ക് ഫോറൻസിക് സംഘം എത്തിയിട്ടുണ്ട്. പ്രാഥമികമായി പരിശോധന നടത്തുന്നതിന് വേണ്ടിയാണ് ഫോറൻസിക് സംഘം എത്തിയിട്ടുള്ളത്. നേരത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴും ഈ പ്രദേശത്തിന് തൊട്ടടുത്തുള്ള ഭാഗത്തു നിന്നാണ് അസ്ഥികൾ കണ്ടെത്തിയത്. അതിനോട് ചേർന്ന് തന്നെ പരിശോധന നടത്താനാണ് ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചത്. ഏറ്റവും ഫസ്റ്റായി കുഴിച്ചത് അല്ലെങ്കിൽ മണ്ണ് മാറ്റിയതും ആ പ്രദേശത്ത് തന്നെയാണ്. ഒരുപക്ഷെ സെബാസ്റ്റ്യനിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കാം അത്തരത്തിലൊരു പരിശോധനയിലേക്ക് പോലീസ് പോയത്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു സ്പോട്ട് ചെയ്യുന്നു. അതിനുശേഷം അവിടെ പരിശോധന നടത്തുന്നു. ആ പരിശോധനയിൽ ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രം സമയമാണ് പരിശോധന പൂർണ്ണതോതിൽ ആരംഭിച്ചിട്ട് ആയിട്ടുള്ളൂ. അതിനിടയിൽ തന്നെ അവിടെ നിന്ന് അസ്ഥികഷ്ണം ലഭിച്ചിട്ടുണ്ട് എന്ന പ്രാഥമിക വിവരമാണ് ലഭിക്കുന്നത്. ഇനി ഇത് ആരുടേതാണെന്നുള്ളതൊക്കെ കണ്ടെത്തണം. നേരത്തെ കണ്ടെത്തിയ അതേ സ്ഥലത്ത് നിന്നാണോ അതോ അതിനോട് ചേർന്നുള്ള ഈ പറയുന്ന 2.5 ഏക്കറിനകത്ത ഒരു സ്പോട്ട് എന്നാണോ? നമ്മൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത്, അല്ലെ അതിനെ വിശദീകരിക്കേണ്ടത്? വിജയകുമാർ, നേരത്തെ കണ്ടെത്തിയ പ്രദേശത്ത് നിന്ന് ഒരു 50 മീറ്റർ ഇപ്പുറത്ത് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒരു 50 അല്ലെങ്കിൽ 75 മീറ്റർ ഇപ്പുറത്ത് നിന്നാണ് ഇപ്പോൾ ഈ അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ കണ്ടെത്തിയ അസ്ഥികഷ്ണങ്ങൾ DNA പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരുന്നു. നേരത്തെ ഒരു പല്ലിന്റെ ഭാഗവും അതോടൊപ്പം തന്നെ തുടയലും മാത്രമാണ് കണ്ടെത്തിയിരുന്നത്. സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ചിന് സംശയമുണ്ടായി ഇതിന്റെ ബാക്കി ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകുമെന്ന്. അതുകൊണ്ടാണ് ഇന്നൊരു സമഗ്രമായ പരിശോധനയിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം പോയത്. ഇന്ന് ഉച്ചയോടുകൂടി അവർ സെബാസ്റ്റ്യനുമായി എത്തി. അതിനു മുൻപ് തന്നെ പുറകിലുള്ള പ്രദേശം വൃത്തിയാക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. അതായത് കൃത്യമായി സ്പോട്ട് ചെയ്ത ശേഷമാണ് ഇന്നത്തെ പരിശോധന ആരംഭിച്ചത്. ആ പരിശോധനയുടെ തുടക്കത്തിൽ തന്നെ അവിടെ നിന്ന് ഇപ്പോൾ അസ്ഥി കണ്ടെത്തിയിരിക്കുന്നു, അസ്ഥിയുടെ കഷ്ണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഇതിപ്പോൾ ഫോറൻസിക് വിഭാഗം പ്രാഥമികമായി പരിശോധന നടത്തുകയാണ്. അതിനുശേഷം അത് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി അയക്കും. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ തെളിവ് ശേഖരണത്തിന്റെ നടപടികളാണ് പുരോഗമിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച ഈ കേസിൽ ക്രൈം ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമായ തെളിവുകൾ ഒന്നുമില്ല. പ്രത്യേകിച്ച് സെബാസ്റ്റ്യൻ ഒരു മൊഴിയും നൽകുന്നില്ല. ആകെയുള്ളത് ഈ ജൈനമ്മ വധക്കേസുമായി ബന്ധപ്പെട്ട ആകെയുള്ളത് ജൈനമ്മയുടെയും അതോടൊപ്പം ഈ സെബാസ്റ്റ്യന്റെയും മൊബൈൽ ടവർ ഈ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് ടവർ ലൊക്കേഷൻ വിവാദം ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഈ അസ്ഥികഷ്ണങ്ങൾ ജൈനമ്മയുടെ ആണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. അതല്ലെങ്കിൽ ജൈനമ്മയെ കൊലപ്പെടുത്തിയെന്നുള്ളൊരു കൺഫെഷൻ ഇയാളുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതിലേക്ക് എത്തുക, ഈ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുക, അതിന്റെ ഭാഗമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. ആ തെളിവെടുപ്പിലാണ് ഇപ്പോൾ പോലീസിന് ക്രൈംബ്രാഞ്ചിന് ഏറ്റവും നിർണായകമായ കുറച്ച് തെളിവ് ശേഖരണത്തിന് ഭാഗമുള്ള കുറച്ച് തെളിവുകൾ കൂടി ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെ ഇനിയും മണ്ണ് നീക്കി പരിശോധിക്കാനാണ് തീരുമാനം. അങ്ങനെയെങ്കിൽ കുറച്ച് പ്രദേശം കൂടി മാറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ അസ്ഥികഷ്ണങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. 2.5 ഏക്കറുള്ള ഒരു ഭൂമിയാണിത്. ആ ഭൂമിയുടെ പല മേഖലകളിലായി പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ കുളത്തിന്റെ മേഖലയിൽ മാത്രമല്ല, ഈ വീടിരിക്കുന്നതിന്റെ ഒത്ത പുറകുവശത്തും അതോടൊപ്പം തന്നെ അതിന്റെ സൈഡിലും ഒക്കെയായി പുല്ല് വെട്ടുകയാണ്. അതുകൊണ്ടൊരു സമഗ്ര പരിശോധനയ്ക്ക് കോട്ടയം ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുകയാണ്. ജൈനമ്മ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും മറ്റ് കേസുകളൊക്കെ അവിടെ ഉണ്ട്. ആ കേസുകളിലുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. നിലവിൽ ക്രൈംബ്രാഞ്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജൈനമ്മ വധക്കേസാണ്. കാരണം ജൈനമ്മയുടെ മാത്രമാണ് ഒരു കൊലപാതകം എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്താൻ പോലീസിന് ഇതുവരെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ആ കേസ് കോൺസെൻട്രേറ്റ് ചെയ്ത് അന്വേഷിക്കുക എന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ പോലീസിന് ശുഭാപ്തി വിശ്വാസമുള്ളത് ഈ നേരത്തെ ലഭിച്ച അസ്ഥികഷ്ണങ്ങളുടെ DNA ഫലം പുറത്തുവരും. അത് ജൈനമ്മയുടെ ആണ് ഉറപ്പായി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ സെബാസ്റ്റ്യനെതിരെ ക്രൈം ഫ്രെയിം ചെയ്യാൻ പോലീസിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകില്ല. പക്ഷെ അതിന് കൂടുതൽ സഹായകരമാകുന്നതാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ അസ്ഥികഷ്ണങ്ങൾ. അതുകൊണ്ട് പോലീസ് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ പരിശോധനകളുമായി മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. അടുത്ത ഘട്ടത്തിലായിരിക്കും
വീടിനകത്തുള്ള പരിശോധന നടത്തുക. ഈ ഗ്രനൈറ്റ് അടക്കം മാറ്റിയുള്ള ഒരു പരിശോധനയുണ്ട്. അത് വീടിനകത്ത് ആരുടെയോ മൃതദേഹം കുഴിച്ചിട്ടുണ്ട് എന്നൊരു സംശയം പോലീസിനുണ്ട്. അവിടെ ബ്ലഡ് സ്റ്റെയിൻസ് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പുതിയതായി ഗ്രാനൈറ്റ് പാകിയതാണ്. പഴക്കം തോന്നിക്കുന്നതിന് വേണ്ടി പഴയ ഗ്രാനൈറ്റ് ആസൂത്രിതമായി അവിടെ പാകിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തു കൂടി പരിശോധന നടത്തേണ്ടതുണ്ട്. പക്ഷേ അത് അടുത്ത ഘട്ടത്തിൽ മതി എന്നുള്ളതാണ്. നിലവിൽ ഈ നേരത്തെ ലഭിച്ച അസ്ഥികഷ്ണത്തിന് തുടർച്ചയായി പരിശോധന നടത്താം. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അസ്ഥി ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അന്വേഷണ സംഘം കണക്കുകൂട്ടിയിരുന്നു. ആ കണക്കുകൂട്ടലുകൾ ഇപ്പോൾ ശരിയാകുന്നു. അവിടെ നിന്ന് വീണ്ടും അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഈ തിരോധന കേസുമായി ഈ ജൈനമ്മ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ അന്വേഷണ സംഘത്തിന് മുൻപിലുണ്ട്. പക്ഷേ അതൊക്കെ മറികടക്കാൻ ഈ സാഹചര്യ തെളിവുകളും ടവർ ലൊക്കേഷനും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അസ്ഥി കഷ്ണങ്ങളും കൊണ്ട് സാധിക്കുമായിരിക്കാം എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇനി ഇതിന്റെ സമീപ പ്രദേശങ്ങൾ കൂടി പരിശോധിക്കും. ഈ കുളമടക്കം വറ്റിച്ചുകൊണ്ടുള്ള പരിശോധനയിലും അന്വേഷണ സംഘം വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. വിജയകുമാർ. യെസ്, സെബാസ്റ്റ്യന്റെ ഈ ചേർത്തലയ്ക്കടുത്ത് പള്ളിപ്പുറത്തെ വീട്, അത് അവിടെയാണ് പരിശോധന. 2.5 ഏക്കർ വരുന്ന ഒരു പുരയിടമാണ്. ആ വീടിനകത്തും പുറത്തുമൊക്കെ മൃതദേഹങ്ങൾ ഉണ്ടോ, അല്ലെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. നേരത്തെ ഈ അസ്ഥി കഷ്ണങ്ങൾ കിട്ടിയതിൻ്റെ ഏതാണ്ട് ഒരു 50 മീറ്ററിനോട് ചേർന്ന് വീണ്ടും ഈ അസ്ഥി ഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ അവിടെ എത്തി എന്നതൊക്കെ വലിയ പരിശോധന, വിശദമായ അന്വേഷണത്തിന് ആവശ്യമുണ്ട്. വീടിനകത്ത് അല്ലെങ്കിൽ പുറത്ത് അവിടെ ഒരു കുളമുണ്ട്, അതിനകത്തൊക്കെ എന്തൊക്കെയുണ്ട് എന്നത് സമഗ്രമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകി.